ക്ഷയാത്രായതേമിതി ക്ഷേത്രം എന്നാണല്ലോ. ഒരു നാശത്തിൽ നിന്ന് നാടിനെ സംരക്ഷിക്കണം എന്നാണോ അത് ക്ഷേത്രമായിട്ടാണല്ലോ പറയുക. ഇപ്പോൾ ദൈവീകതയെക്കുറിച്ച് പറയുമ്പോൾ ഒരു നല്ല സ്ഥാനം കണ്ടെത്തിക്കൊണ്ട് അവിടെ ദേവചൈതന്യത്തെ ഷഡാധാര സങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് കൃത്യമായ യമനിയമങ്ങളെ പാലിച്ചുകൊണ്ട് അവിടെ പൂജാ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോവുക. അതാണ് കാലഘട്ടങ്ങൾക്ക് അനുസരിച്ച് വന്നൊരു സമ്പ്രദായവും അതിൻ്റെ പിന്നിലുള്ള പല സയൻസും നമ്മൾ കണ്ടതുമായിട്ടും കാണാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും, അതുപോലെ തന്നെ ശക്തിതലത്തിലുള്ള പല ഗൗപ്യമായ സിദ്ധാന്തങ്ങളുണ്ട് എന്നതാണ് സത്യം. ഓരോ നാടിനനുസരിച്ച് ഓരോ ദേവൻ്റെ ഓരോ ഭാവത്തിനനുസരിച്ചായിരിക്കും അവിടുത്തെ ക്രിയകളും ചിട്ടകളിൽ മാറ്റം വരുത്തുകയും അതുപോലെ തന്നെ അവിടുത്തെ കർമ്മങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ യമനിയമങ്ങളൊക്കെ തീരുമാനിക്കുക എന്നത്. ഇപ്പോൾ കാലഘട്ടങ്ങൾ മാറണമനുസരിച്ച് ആൾക്കാർക്ക് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം എന്താണെന്ന് പറയാം, കുറച്ച് ആൾക്കാർക്ക് അവരുടെ സ്വാർത്ഥ ലാഭത്തിന്, അതുപോലെ തന്നെ രാഷ്ട്രീയമായ ലാഭത്തിന്, അധികാരമോഹത്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ അജണ്ടകൾ വെച്ചിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഇതിലേക്ക് മാറ്റം വരുത്താൻ ശ്രമം എന്നതാണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഒരു ഷഡാധാര സങ്കല്പത്തിൽ ഒരു ദേവചൈതന്യത്തെ പരിപാലിച്ചു കഴിഞ്ഞാൽ ദേവനെ അനുഗ്രഹ കലയാണ് എപ്പോഴും ഉണ്ടാവുക. അതാണ് ലോകഹിതം ഉണ്ടാവാൻ വേണ്ടി പ്രതിഷ്ഠിക്കുക എന്നത്. അങ്ങനെ ഇരിക്കണ അനുഗ്രഹ കലയിലിരിക്കണ ദേവൻ്റെ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നാലോ, അതുപോലെ തന്നെ ആ ക്രിയകളിൽ ചുതി വന്നാലോ, അതുപോലെ തന്നെ അവിടുത്തെ എന്തൊക്കെയാണോ യമനിയമങ്ങൾ അത് മൊത്തം തെറ്റിപ്പോയാലോ അനുഗ്രഹ കലയുള്ള ദേവൻ്റെ ചൈതന്യം നിഗ്രഹ കലയിലേക്ക് മാറും എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു അണക്കെട്ട് അവിടെ വെള്ളം ശേഖരിച്ച് വെച്ച് അത് കൃത്യമായി അതിന് വേണ്ട സംവിധാനങ്ങളൊക്കെ വെച്ച് ഷട്ടറുകളൊക്കെ വെച്ചിട്ട് വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ അതിൻ്റെ മെയിൻ്റെനൻസുകളൊക്കെ നശിപ്പിച്ച് കഴിഞ്ഞാൽ അതെന്തുണ്ടാവും, വലിയൊരു ജലപ്രവാഹം ഉണ്ടായിക്കൊണ്ട് എല്ലാം നശിപ്പിച്ച് ഒന്നും ഇല്ലാണ്ടാക്കി തീരൂല്ലേ. അതേ സെയിം കാര്യങ്ങളാണ് സംഭവിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരേ പോലെ തന്നെ ഒരു മഹാക്ഷേത്രത്തിൻ്റെ ദേവൻ്റെ ഓറ അല്ലെങ്കിൽ ആ ചൈതന്യ പ്രവാഹം, ദേവനുള്ള ചൈതന്യത്തെക്കാട്ടി കൂടുതൽ ദേവഗണങ്ങൾക്കാണ് പ്രാധാന്യം പറയുക. ദേവൻ കൊടിമരം വരെ ദേവനും കൊടിമരത്തെ പുറത്തുള്ള സ്ഥലങ്ങളിൽ ദേവൻ്റെ ഗണങ്ങൾക്കാണ് പ്രാധാന്യം. അപ്പോൾ ദേവൻ്റെ ചൈതന്യങ്ങളിൽ വരണ മാറ്റങ്ങൾ ദേവഗണങ്ങളുടെ ചൈതന്യത്തിലും മാറ്റം വരും. അത് വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഓറ, ദേവൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തിരിക്കുന്ന ചൈതന്യം വലയമായ ഓര പോലെ തന്നെ ദേവൻ്റെ, കാരണം ഒരു ഇന്ന മുഹൂർത്തം നോക്കിയിട്ടായിരിക്കുമല്ലോ പ്രതിഷ്ഠ ചെയ്യുക. അപ്പോൾ പ്രതിഷ്ഠ ചെയ്തത് മുതൽ എന്തൊക്കെയാണോ ഒരു ഗ്രഹനില പ്രകാരം മനുഷ്യ ജീവിതത്തിൽ, ജീവജാലങ്ങളുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുക, അതും ദേവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ ചൈതന്യത്തിന്, ആ ഓറയ്ക്ക് നല്ല രീതിക്ക് പൂർണ്ണമായ ചൈതന്യം പോസിറ്റീവായിട്ട് കിട്ടുകയാണെങ്കിൽ ആ നാട്ടിലെ ഏറ്റവും നല്ല ഉയർച്ചയും ഏറ്റവും നല്ല എന്താ പറയുക സമ്പത്തും ഐശ്വര്യവും സമാധാനവും എല്ലാം വന്നു ചേരും. എന്നാൽ ആ ദേവൻ്റെ ഓറയിൽ നിന്ന് ചൈതന്യം നഷ്ടപ്പെടുകയാണെങ്കിൽ പുറത്ത് എവിടൊക്കെയാണോ ചൈതന്യം നല്ല രീതിക്ക് ചൈതന്യം ഉണ്ടാവുക, ആ ചൈതന്യമൊക്കെ ആ വിഗ്രഹത്തിലേക്ക് വലിക്കുക, റിവേഴ്സ് എനർജി ട്രാൻസ്മിഷൻ ഉണ്ടാവും. അത് ഏറ്റവും വലിയൊരു അപകടം നിറഞ്ഞ സമയമാണ്. കാരണം പോസിറ്റീവ് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ഉള്ളിലുള്ള പോസിറ്റീവായിട്ടുള്ള ഊർജം നല്ല രീതിക്ക് വർക്ക് ചെയ്യുമ്പോഴാണ് നാട്ടിലും നമുക്കും സമാധാനം ഉണ്ടാവുക. എന്നാൽ ആ ചൈതന്യം റിവേഴ്സ് എനർജി ആയിട്ട് തിരിച്ച് ദേവനിലേക്ക് അല്ലെങ്കിൽ ആ വിഗ്രഹത്തിലേക്ക് മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ പോവുകയാണെങ്കിൽ നമുക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ടാവും. നാട്ടിലെ മൊത്തം അസുഖങ്ങളും സമാധാനക്കുറവും തമ്മിൽ ദേഷ്യവും
അതുപോലെ തന്നെ കലഹവും യുദ്ധങ്ങളൊക്കെ സംഭവിക്കും എന്നാണ് പറയുക. അപ്പോൾ അത്രയ്ക്ക് വലിയൊരു ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ നാശത്തിലേക്കാണ് പോകുന്നത്. ചില ആൾക്കാരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണ് ഇത് സംഭവിച്ചു പോകുന്നത്. ക്ഷേത്രം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ദേവൻ്റെ ആ ചൈതന്യത്തെ പരിപാലിക്കുക എന്നത് നാട്ടുകാരുടെയും അതുപോലെ തന്നെ അവിടെ എന്തൊക്കെയാണോ അധികാരത്തിലുള്ള ഇവരുടെ എല്ലാവരുടെ ആവശ്യം, അതുപോലെ തന്നെ ദേവൻ്റെ കർമ്മങ്ങൾ, അമ്പലവാസികൾ എന്നൊക്കെ പറയാറുണ്ട്, എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതിൽ ആർക്കും മാറി നിൽക്കാൻ പറ്റില്ല. കർത്താകാരൈദാശ്ചൈവ പ്രേരകാജ അനുമോദക സുകൃതേ ദുഷ്കൃതേ ചൈവ ചത്വാര സമഭാഗിനാൻ എന്ന് പറയുന്ന പോലെ ദേവൻ്റെ ചൈതന്യത്തിൻ്റെ നന്മയും തിന്മയും കൂടെ നിൽക്കുന്നവരും സഹായിക്കുന്നവരും അതുപോലെ ദേവൻ്റെ ക്രിയകൾ ചെയ്യണവർക്കും എല്ലാവർക്കും ബാധകമാണ്. അതിൽ ഇന്ന ആൾ എന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല. അത് അവരാണല്ലോ ചെയ്ത് എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഇരിക്കുന്ന ആ ചൈതന്യം പൂർണ്ണമായ എന്താ പറയുക അനുഗ്രഹ കലയിൽ എന്നും നിലനിർത്തുക എന്നത് നമ്മുടെ ആവശ്യമാണ്. കാരണം ആ ചൈതന്യത്തെ അവിടെ പ്രതിഷ്ഠിച്ചത് എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ട് മുന്നോട്ടുള്ള നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. അപ്പോൾ ആ അനുഗ്രഹ കലയിൽ മാറ്റം വരുത്തുകയോ അല്ലെങ്കിൽ ആ അനുഗ്രഹ കലയ്ക്ക് കേടുണ്ടാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിഗ്രഹ കലയിലേക്ക് മാറും. അതിൽ യാതൊരു സംശയമില്ല. മുച്ചോട് നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള നാശത്തിലേക്ക് പോകും. അങ്ങനെ ഇരിക്കണ ആ ചൈതന്യത്തെ സംരക്ഷിക്കുക എന്നത് ഓരോരുത്തരുടെയും ആവശ്യമാണ്. അങ്ങനെ ചെയ്താൽ കുടുംബത്താവട്ടെ, അവൻ്റെ ബന്ധുക്കളൊക്കെ ആവട്ടെ, സ്വജനങ്ങളൊക്കെ ആവട്ടെ, അതുപോലെ തന്നെ ഈ ശരീരവും മനസ്സും ബുദ്ധി ആത്മാവിന് എല്ലാത്തിനും ശാന്തി കിട്ടുകയുള്ളൂ, സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചിന്തിക്കുക, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക.